സാറേ വേറൊരു ഇതും കൂടി ഉണ്ട്. സ്വന്തമായി സ്ഥലമുള്ള വിധവകളുടെ എത്ര എന്നുള്ള ഒരു കണക്കും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്ക് കിട്ടുന്നത് നമുക്ക് ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് ഒരു സർവേ നടത്തിയ പഞ്ചായത്ത് ആയതുകൊണ്ടാണ് ഈ വനിതാ കമ്മീഷൻ ഈ പദ്ധതി തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞത്. സ്വന്തമായി സ്ഥലമുള്ള 1379 സ്ത്രീകളുണ്ട് വിധവകളായി. സ്വന്തമായി വീടുള്ളവര് 1345 പേരുണ്ട്. അതേപോലെ തന്നെ മക്കളില്ലാത്ത വിധവകളുണ്ട് 216 പേരാണ് മക്കളില്ലാത്ത വിധവകളിൽ. പെൻഷൻ വാങ്ങുന്നവര് 564. അതാണ് ഞാൻ പറഞ്ഞത്. കർഷക തൊഴിലാളികളായവരെ പെൻഷൻ അടക്കം നമുക്ക് ഈ കണക്കിൽ കിട്ടി. ഈ വിധവകളുടെ ഏജ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടോ? ഏത് ഏജ് ഗ്രൂപ്പിൽ ഉണ്ട് സാറേ. 25 വയസ്സിന് താഴെയുള്ള വിധവകൾ 11 പേരും 25-45 ഇടയുള്ളത് 287 പേര്, 60 മുതൽ 85 വരെയുള്ളത് 1035 പേര്. 25 വയസ്സിന് താഴെയുള്ള വിധവകൾ 11 പേരുണ്ട്. എന്തുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ വിധവകൾ എണ്ണം ധാരാളം കാണുന്നത്? കാസർഗോഡ് ഇവിടെ മാത്രമല്ല, വേറെയും പഞ്ചായത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വിധവകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ. അത് എന്തുകൊണ്ട്? എന്തെങ്കിലും പ്രത്യേക ഇത് ഈ 11 പേര് ഉള്ളത് ഒന്ന് പിന്നെ തീരദേശത്തുള്ള പിന്നെ അങ്ങനെയുള്ള ഭാഗത്തിൽപ്പെട്ട പിന്നെ എന്തെങ്കിലും സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരിച്ച അങ്ങനെയുള്ളതാ ആണെന്ന് തോന്നുന്നത്. 25-45 വയസ്സിനിടയ്ക്ക് ഒത്തിരി വിധവകളുണ്ട് ഇപ്പൊ കാസർഗോഡ് പല പഞ്ചായത്തുകളിലും. അത് മുസ്ലിം സമുദായത്തിൽ സ്ത്രീധനത്തിന്റെ പേരിലും കുറച്ച് വിധവകൾ അങ്ങനെയുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ അങ്ങനെ ഒഴിവാക്കിയതല്ല വിധവകൾ എന്നുള്ള ഇതില്ല. വിധവകളായില്ലേ? ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞല്ലോ, ഭർത്താവ് ഒഴിവാക്കിയവർ വിധവകൾ എന്നുള്ളവരല്ലാതെ ഭർത്താവ് ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ മദ്യപാന നിമിത്തവും ഒരുപാട് പീഡനങ്ങൾ നിമിത്തവും കഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഒരുപാടില്ലേ? ഭർത്താവ് ഉണ്ടെങ്കിലും യാതൊരു ഫലവും ഇല്ലാത്തവർ, തൊഴിലുറപ്പ് പദ്ധതിയിൽ കിട്ടുന്നത് പോലും പിടിച്ചു പറിച്ചുകൊണ്ട് പോയി മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുള്ള അങ്ങനത്തെ ഭാര്യമാർ ഒരുപാടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ വനിതാ കമ്മീഷനോട് വരികയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അങ്ങനെ എടുക്കുകയോ? സാറേ, ഇത് പഞ്ചായത്ത് ജാഗ്രത സമിതി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ജാഗ്രത സമിതിയാണ് ഉദുമ പഞ്ചായത്തിൽ. അപ്പോൾ ഞാൻ ജില്ലാതല ജാഗ്രത സമിതി മെമ്പർ എന്ന നിലയിലടക്കം ഞാൻ തൊട്ടടുത്ത പഞ്ചായത്തിലടക്കം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് ഒരു കേസില്ലാതെ ഒരു പഞ്ചായത്താക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ബോധവൽക്കരണമാണ്. സ്ത്രീയും പുരുഷനും പിന്നെ വിളിച്ചുകൊണ്ട് ഭാര്യനെയും ഭർത്താവിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ബോധവൽക്കരണ പരിപാടി കൊടുത്തത് IG സന്ധ്യ അടക്കം വന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി വാർഡ് തലത്തിലടക്കം ഈ പിന്നെ ബോധവൽക്കരണം കൊടുത്തതോടുകൂടി ഞങ്ങളെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു വലിയ വിഷമില്ല പഞ്ചായത്തല്ല. പുരുഷൻ കുടിച്ചു വന്ന് വൈകുന്നേരം ഒരു ശല്യാക്കുന്ന ഒരു പഞ്ചായത്തല്ല ഉദുമ. മദ്യം വലിയ പ്രശ്നമല്ല സാറേ. നന്നായി. ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം കൊണ്ട് ഇനി ഉദുമ പഞ്ചായത്തില് വികസന സാധ്യതയ്ക്ക് ഇനി യാതൊരു സ്കോപ്പും ഇല്ലല്ലോ. എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞല്ലോ. കൊള്ളാം. അപ്പോൾ എനിക്കിപ്പോൾ സങ്കടമുള്ളൊരു കാര്യം, കണ്ടൽക്കാടുകളുണ്ട്, കാവുകളുണ്ട്, അവയ്ക്ക് സംരക്ഷണ പദ്ധതി ഒന്നുമില്ല. സാറേ, ഈ കണ്ടൽക്കാടും അതുപോലെ തന്നെ കാറ്റാടി മരങ്ങളും വെച്ചുപിടിപ്പിച്ച കാറ്റാടിയല്ല ഞാൻ ചോദിക്കുന്നത്. 5 ഹെക്ടറിൽ കണ്ടൽക്കാടുകളുണ്ട്. അപ്പോൾ അത് സംരക്ഷണ പദ്ധതി അടുത്ത വർഷത്തെ ഒരു പ്രോജക്റ്റെങ്കിലും ആക്കണം. തീർച്ചയായിട്ടും. പിന്നെ ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ? കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സർ. ഉണ്ട്. ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് ഒരു രജിസ്റ്റർ ഉണ്ടാക്കലാണ്. അത് അടുത്ത കൊല്ലം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 70,000 രൂപ വരെ ചിലവഴിക്കാമെന്ന് പറഞ്ഞൊരു ഉത്തരവും ഇപ്പോൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പ്രസിഡന്റ്? കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും മാർക്സിലേക്ക് കിടക്കാമല്ലേ? RVG മാഷ് 15-ൽ 11.5, 15-ൽ 12, 10-ൽ 7. ഉദുമ ഗ്രാമപഞ്ചായത്തിന് 60-ൽ 45 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ എന്തായാലും ഒരു SMS അയക്കും. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് UDM സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഗ്രീൻ കേരള എക്സ്പ്രസിന് കേരളത്തിനകത്തെന്ന പോലെ തന്നെ പുറത്തും നിരവധി പ്രേക്ഷകരുണ്ട്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും പ്രവാസികളായ മലയാളികൾ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട ഗൃഹാതിരത്വത്തോടെയും ഗ്രാമത്തിന്റെ വികസന കാഴ്ചകളൊക്കെ കണ്ട അത്ഭുതത്തോടെയും ഞങ്ങളെ വിളിക്കാറുണ്ട്. ഗ്രീൻ കേരള എക്സ്പ്രസ് ഒരു വികസന പരിപാടി മാത്രമല്ല, ജന്മനാട് വിട്ടുനിൽക്കുന്നവർക്കുള്ള കാഴ്ചയുടെ ഉത്സവം കൂടിയാണ്.
ഗൃഹാതുരത്വം ഉണർത്തുന്ന മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.